ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മളൊരു മിൽക്ക് ബോട്ടിൽ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതുകൊണ്ടൊരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ. നമുക്ക് റമദാനൊക്കെയല്ലേ വരുന്നത്, അതിന് വേണ്ടിയിട്ടും അതൊക്കെ കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബോട്ടിലെടുത്തിട്ട് ബോട്ടിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇതല്ലെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിലായാലും മതി കേട്ടോ. ഇനിയിപ്പോൾ ബോട്ടിലൊന്നുമില്ലെങ്കിൽ ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഒരു ചെറിയ പീസ് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ക്യാപ്പ് വെച്ചിട്ട് ഇതാ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. പിന്നെ അതിനൊന്ന് മൂൺ ഷേപ്പ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാമല്ലോ. ക്യാപ്പ് എടുത്തിട്ട് സൈസ് നമുക്ക് എത്രത്തോളം വലുപ്പത്തിൽ വേണം എന്നുള്ളതനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചെറിയ സൈസിലാണെങ്കിൽ നമുക്ക് ചെറിയ സൈസ് മതി. നമ്മളൊരു അടിപൊളി ഇയറിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതേപോലെ സർക്കിൾ വരച്ചു കൊടുക്കുകയാണ്. ഒന്നുകിൽ രണ്ടെണ്ണം നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വരച്ചിട്ട് നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതേപോലെ ആ ഒരു മൂൺ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ റമദാൻ ആയതുകൊണ്ടാണ് ഞാൻ മൂൺ ഷേപ്പിൽ ആക്കിയത്. അതല്ലെങ്കിൽ ഏത് ഷേപ്പ് കൊടുത്തിട്ടാലും ഈ ഒരു മെത്തേഡ് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ വരച്ചു കൊടുത്ത് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വരച്ചിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ വരച്ചിട്ട് വരച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് രണ്ടും കിട്ടും. അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയത്, രണ്ടും പെർഫെക്റ്റ് ആക്കി കിട്ടാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ സൈസൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഒരെണ്ണം ചെയ്തതിന് ശേഷം അതിൻ്റെ തന്നെ ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ മൂൺ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബോട്ടിലില്ലെങ്കിൽ ഇതായാലും മതി കേട്ടോ. ഇനി ഇതേപോലെ വെച്ചിട്ട് ഹോള് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പിന്നെടുത്തിട്ട് അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് എന്താണെന്ന് പറഞ്ഞു തരാം. ഹോൾ ഇട്ടപ്പോൾ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് സാധാരണ ഫെവിക്കോളാണ് കേട്ടോ. അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ നമ്മുടെ ഇയറിംഗ് മേലൊക്കെ ഇടുന്ന ആ ഒരു സ്റ്റഡ് ഉണ്ടല്ലോ, ബാക്കിൽ ഇടുന്നത്, അത് നമ്മളിതാ ഇതുപോലെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ചുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ആദ്യമേ സ്റ്റഡ് ഫിക്സ് ചെയ്തിട്ട് വേണമായിരുന്നു നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലും ഒന്ന് ഫിക്സ് ചെയ്യണമായിരുന്നു. ഇതേപോലെ ആദ്യമേ സ്റ്റഡ് ഫിക്സ് ചെയ്യണമായിരുന്നു, എന്നിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യണമായിരുന്നു. അതിലൊരു മെത്തേഡും കൂടി ഉണ്ട് സ്റ്റഡ് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എല്ലായിടത്തും ഗ്ലൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴാണ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ എളുപ്പം കേട്ടോ. ഞാൻ പക്ഷേ പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കേട്ടോ. ഇനിയാണ് നമുക്ക് എടുക്കാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഗ്ലിറ്റർ എടുത്തിട്ട് ഇതിലോട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഗോൾഡൻ കളറാണ് എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ ഗ്ലിറ്റർ ആണെങ്കിലും ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഗ്ലിറ്റർ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സാധാരണ പെയിൻ്റ് ഉണ്ടല്ലോ, അത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ മണലുണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ മണ്ണിൻ്റെ എടുത്തിട്ട് തരി ഏറ്റവും ഫൈനായിട്ട് അരിച്ചെടുത്തിട്ട് ആ മണൽ ഇതിനുള്ളിലിട്ട് ഇട്ടിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ആ ഗ്ലിറ്റർ ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ തട്ടി കൊടുക്കുക. ഒരു പേപ്പറിൽ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാക്കി വരുന്ന ഗ്ലിറ്റർ നമുക്ക് തിരിച്ച് നമ്മുടെ ബോക്സ് ഏതാണെങ്കിൽ അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒട്ടും വേസ്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ചെയ്ത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. നമ്മളിതാ പിന്നെ ഒരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതും നമ്മുടെ ആ ഒരു മൂൺ ഷേപ്പ് ഉണ്ടല്ലോ, അതുപോലെ നമ്മളൊന്ന് വരച്ചു കൊടുക്കാൻ കേട്ടോ. ജസ്റ്റ് ഫുള്ളായിട്ട് വേണ്ട, കുറച്ച് ഭാഗം മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മുടെ ബാക്ക് സ്റ്റഡ് വെക്കുമ്പോൾ തന്നെ ഗ്ലിറ്ററൊക്കെ ഇടുന്നതിന് മുന്നേ തന്നെ ചെയ്യുകയാണെങ്കിൽ ആണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്ലിറ്ററൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ നിൽക്കണം. ഇപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിപ്പോൾ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന് രണ്ടാക്കി കട്ട് ചെയ്യാണ് കേട്ടോ. ആ മൂൺ കട്ട് ചെയ്തിട്ട് ഹാഫ് ആക്കി എടുത്താൽ മതി. ഇതേപോലത്തെ പീസ് മതി. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രസ്സുമേലൊക്കെ വെക്കുന്ന ക്യാൻവാസില്ലേ, അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റഡ് നമ്മൾ നന്നായിട്ട് ഫിക്സ് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പുറത്തോടെയാണ് ഇട്ടിട്ടുണ്ട്, എന്നാലും നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഫിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഉറച്ചിരുന്നോളും. അപ്പോൾ നന്നായിട്ട് അമർത്തി കൊടുത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഗ്ലിറ്റർ ഇടുന്നതിന് മുന്നായിട്ട് സ്റ്റഡ് ഫിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ അതിൻ്റെ ബാക്കിൽ ഇത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം മാത്രം എല്ലാ ഭാഗത്തും ഗ്ലൂ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ഇടുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ ഗ്ലിറ്ററിന്മേലൊന്നും നമ്മൾ ടച്ച് ആവില്ല, വേറെ ഗ്ലൂ ഒന്നും ആവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഈ ഒരു മെത്തേഡ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഗ്ലിറ്റർ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഇയർ സ്റ്റഡ് കൊടുത്തപ്പോൾ നമുക്കൊരു ഡിഫറൻസ് പറ്റിയിട്ടുണ്ട്, ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിനും ഓപ്പോസിറ്റ് സൈഡിലോട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഇട്ട് നോക്കുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ. ഇതിപ്പോൾ രണ്ട് കാതിലും രണ്ട് സൈഡിലോട്ടാണ് ഈ ഒരു മൂൺ ചെരിഞ്ഞ് നിൽക്കുക. മൂണായത്
ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ വരുന്നത്. ഇനി ഇതാ ഇതിൻ്റെ ഈ ഒരു സൈഡിലുണ്ടല്ലോ നമ്മളൊരു ഗോൾഡൻ കളർ ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വൈറ്റ് കളറൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഒരു ഗോൾഡൻ കളർ കൊടുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കൊടുത്തെടുക്കുന്നുണ്ട് ആ വൈറ്റ് കളർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബാക്കിൽ നമ്മൾ ഇനി ഗ്ലിറ്റർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് അടിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഗോൾഡൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക, എന്താണെന്ന് കൂടി പറയണേ. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ പെയിൻ്റൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിനെ നന്നായിട്ടൊന്ന് ഉണക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ് ഉണങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ഇയറിംഗ് ഉണ്ടല്ലോ അതാ ഇങ്ങനെ വെച്ചിട്ട് വേണമായിരുന്നു നമ്മൾ ഈ ഒരു ബാക്ക് സ്റ്റഡ് ഫിക്സ് ചെയ്യാനായിട്ട്. കണ്ടോ, ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ ഒരേപോലെ വെച്ചിട്ട് ഫിക്സ് ചെയ്തപ്പോൾ നമ്മുടെ ചെവിയിലിടുമ്പോൾ രണ്ടും രണ്ട് സൈഡിലോട്ടാണ് തിരിഞ്ഞ് നിൽക്കാം. കണ്ടോ, ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു, ഒന്ന് ഫേസിലോട്ട് തിരിഞ്ഞേക്കും, ഒന്ന് ഫേസിൻ്റെ പുറത്തോട്ട് തിരിഞ്ഞേക്കും. ആ ഒരു വിധത്തിലാണ്. കണ്ടോ, ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ. നമ്മൾ ചെവിയിലിടുമ്പോൾ ഒന്ന് ഈ ഒരു സൈഡിലോട്ട് തിരിഞ്ഞ് നിൽക്കും, അതേപോലെ തന്നെ ഒന്ന് ഇപ്പുറത്തോട്ടും തിരിഞ്ഞ് നിൽക്കും. അപ്പം നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ രണ്ട് ഞാൻ പറഞ്ഞ പോലെ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. വീണ്ടും വരാം. ബൈ ബൈ.